ആത്മചൈതന്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് 33 ദേവീ ദേവഗണങ്ങൾ ഹൈന്ദവ ആചാരപ്രകാരം എന്നല്ല പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുമ്പോൾ നമുക്ക് ഒരാൾ പറയും എനിക്ക് ചാത്തനെയാണ് ഇഷ്ടം, ഞാൻ ചാത്തൻ്റെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ. എനിക്ക് ഗണപതിയാണ് ഇഷ്ടം, ഞാൻ ഗണപതിയുടെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ. എനിക്ക് അയ്യപ്പനെയാണ് ഇഷ്ടം, ഞാൻ അയ്യപ്പൻ്റെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ. ഇതൊക്കെ ശരിയാണ്. അവിടെയെല്ലാം പോകണം, പോകാതിരിക്കുക എന്നുള്ളതല്ല, പോകണം. പക്ഷെങ്കിൽ അടിസ്ഥാനം മറന്നുകൊണ്ടുള്ള ആരാധന കൊണ്ട് ആർക്കും തന്നെ ഫലസിദ്ധി ലഭ്യമാകുകയില്ല. അടിസ്ഥാനം എവിടെയാണ്? ചവിട്ടി നിൽക്കുന്ന എവിടെയാണ്? നമ്മൾ അയ്യപ്പൻ്റെ അടുത്തോ എല്ലാം പോകണം, അവിടെ എല്ലാം പോകണം. അവിടെ എല്ലാം പോകുന്ന ഉത്തമമാണ്, അനുഗ്രഹം കിട്ടും. പക്ഷെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അണ്ഡഘടാകത്തിന്റെ ചാലക സൂക്തമാകുന്ന ലോകമാത ആദി പരാശക്തിയുടെ തൃപ്പാദ അരവിന്ദങ്ങളിൽ അടിമയായി അഭയമായി നിലകൊണ്ടുകൊണ്ട് മാത്രമേ അമ്മയുടെ അംശാവതാരമാകുന്ന 33 ദേവീ ദേവഗണങ്ങളെ നമ്മൾ വിളിക്കുകയോ ഭജിക്കുകയോ കാണുകയോ ചെയ്തിട്ട് ഫലസിദ്ധി ലഭ്യമാകുകയുള്ളൂ. ആചാര്യന്റെ ആത്മീയ പ്രഭാഷണത്തിന് ശേഷം അന്നപ്രാശ ചടങ്ങുകളും നടന്നു.